صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي وسلم دائما أبدا على حبيبك خير الخلق كلهم. എത്രയും ആദരണീയരായ പണ്ഡിതന്മാർ, ഈ ഒരു പരിപാടിയിൽ ഒത്തുകൂടിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ മുഴുവനും സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചാൽ എവിടുന്ന് എങ്ങോട്ട് തീർക്കാനാണ്? ഹുസൂരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫമബലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ. പറഞ്ഞു അവസാനം എനിക്ക് മനസ്സിലാകുന്നത് അന്നഹു ബശർ, അവിടുന്ന് ഒരു മനുഷ്യനാണ്. പിന്നെ മഹാനവറുകൾക്ക് എഴുതാൻ പറ്റിയിട്ടില്ല. പിന്നെ ബുറുദ ബൈത്തിന്റെ ബാക്കി ആമിൻ തദക്കുരിന് തൊട്ട് ഈ ഫമബലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ ഇവിടെ എത്തിയപ്പോൾ സ്റ്റെക്കാണ്. എന്താ പറ്റാഞ്ഞത്? പിന്നെ അങ്ങോട്ട് കിട്ടുന്നില്ല. അവസാനം ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനാമിൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, എല്ലാ മനുഷ്യന്മാരിലും ഏറ്റവും ഹൈറായ വ്യക്തി ഞാനാണ് മോനെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിർത്തിയതാണ്. എന്തിനാ ഞാൻ ഈ സംഭവം പറഞ്ഞതെന്നറിയോ? നിങ്ങൾ വലിയ ഭാഗ്യവാന്മാര് തന്നെയാണ്. കാരണം എന്തേ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചതല്ലേ. ഒരു കാലം വരും, ആ കാലത്ത് എല്ലാവരും തെറ്റുകളിലേക്ക് പോകും. അന്ന് നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ എന്റെ മേൽ സ്വലാത്ത് മുറുകെ പിടിക്കണം എന്ന് പഠിപ്പിച്ചതാണ്. മഹാന്മാരെന്നിട്ട് അതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, കുറഞ്ഞത് 300 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ഒരു മുഅ്മിൻ സ്വലാത്ത് ചെല്ലണം. എന്തേ? കാരണം വൈദ്യുതി പോകുമ്പോ ആ സ്വലാത്ത് അവനെ നേർമാർഗത്തിലേക്ക് നയിക്കും. അപ്പോ നമുക്ക് അൽഹംദുലില്ലാഹ് കിട്ടിയ വലിയൊരു തൗഫീഖ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങൾ ഉപ്പാപ്പ ഈ ഹൽഖക്ക്, ഈ മജ്ലിസിന് നേതൃത്വം കൊടുക്കും. ഇപ്പൊ എന്റെ മുമ്പിൽ നോക്കുമ്പോ നിങ്ങളെ മക്കളെ മുമ്പിലും ഇപ്പൊ ഞാൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ നിങ്ങളടുത്ത് പരിഗണന കിട്ടിയ നിങ്ങളെ ചെറുമക്കൾക്കാണ് അല്ലേ? അതുപോലെയാണ് ഇപ്പൊ എനിക്ക് എന്റെ വലുപ്പുണ്ടെങ്കിൽ എനിക്ക് ഓരോരുത്തർ എനിക്ക് പരിഗണന കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും നല്ല പരിഗണന കിട്ടാൻ പറ്റിയ ആളാണ് ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങൾ ഉപ്പാപ്പ. എന്തേ കാരണം? ചെന്നെത്തുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. ഇത് വലിയ തൗഫീഖാണ്. നാളെ ഇവരെ ഉപ്പാപ്പാന്റെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് പോകുമ്പോ സാധുക്കളായ നമ്മളെ നോക്കി, എന്താ ഉപ്പാപ്പ അവര് നമ്മുടെ ഹൽക്കയിൽ കൂടിയവരാണ്, നമുക്ക് വേണ്ടി ഒത്താശ പാടിയവരാണ്, അവര് നമുക്ക് വേണ്ടി കൂടെ നിന്നവരാണ് എന്ന് പറയുമ്പോ അവര് നമ്മളെ തട്ടൂലല്ലോ. കാരണം എന്തേ? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ ഞാൻ ഓടിച്ചെല്ലും, ഞാൻ തങ്ങൾക്ക് സേവനം ചെയ്ത കുഞ്ഞു മോനായ അനസാണ് എന്ന് പറഞ്ഞിട്ട് തങ്ങളടുത്തേക്ക് ഞാൻ ഓടിച്ചെല്ലും.
എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എല്ലാരെക്കാളും പ്രിയപ്പെട്ടവരായിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, മാതാപിതാക്കളെക്കാൾ, മറ്റുള്ള എല്ലാ ജനങ്ങളെക്കാളും നമുക്ക് തങ്ങൾ പ്രിയപ്പെട്ടവരായിട്ടുണ്ടോ? സ്വയം ചിന്തിക്കുക. ആയിട്ടില്ലെങ്കിൽ നമ്മൾ മുഅ്മിനായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവന്റെ എല്ലാമാകണം. അവിടുത്തെ മക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ പരിഗണിക്കുന്നത് നമുക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാനല്ല, അവർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം കിട്ടാനല്ല, പിന്നെയോ അവരെ കൊണ്ട് അവരുടെ ഉപ്പാപ്പ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് സ്ഥാനം കിട്ടാനാണ് ഈ ഉസ്താദുമാരും സഖാഫി ഉസ്താദ് അടക്കമുള്ളവർ ഇവിടെ വന്നത്. നമ്മളിവിടെ വരുന്നത് കൊണ്ടല്ല, പിന്നെയോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കള് നേതൃത്വം കൊടുക്കുന്ന പരിപാടി, അവിടുത്തെ മദത് കിട്ടുന്ന പരിപാടി, പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരന്മാർ, ശബ്ദം ശ്രവിക്കുന്നവർ, ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ ഒത്താശകളും എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. കാരണം എന്തേ? നമ്മൾ എല്ലാവരും ഒറ്റക്കാകുന്ന ഒരേ ഒരു സ്ഥലം നമ്മുടെ ഖബർ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അറിയോ, ഞാൻ ഇനിയിപ്പം നരകത്തിൽ പോയാൽ ഞാൻ ഒറ്റക്കായിരിക്കൂല, എൻ്റെ കൂടെ നരകവാസികളായ ആളുകളുണ്ടാകും. ഞാൻ സ്വർഗത്തിലെത്തിയാൽ ഞാൻ ഒറ്റക്കല്ല, സ്വർഗവാസികളായ ആളുകൾ എൻ്റെ കൂടെ ഉണ്ടാകും. ഇനി ഞാൻ മഹ്ശറിലെത്തിയാൽ അവിടെയും ഞാൻ ഒറ്റക്കല്ല. ബഹുമാനപ്പെട്ട അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതൽ മറ്റുള്ള അമ്പിയാക്കളെ ഔലിയാക്കളെ അല്ലാഹ് ഹയാത്ത് കൊടുത്ത മുഴുവൻ ആളുകളും എന്നോടൊപ്പം ഉണ്ടാകും. നിങ്ങളും ഞാനുമെല്ലാം ഒരുമിച്ച് കൂടും. ആകെ ഞാനും നിങ്ങളും ഒറ്റക്കാകുന്ന ഒരേ ഒരു സ്ഥലം, അത് നമ്മുടെ ഖബർ മാത്രമാണ്. ഇവിടെയില്ല. ആ തങ്ങളെടുത്ത് നമുക്ക് പരിഗണന വേണമെങ്കിൽ തങ്ങളുടെ മജ്‌ലിസിൽ നമ്മൾ കൂടിക്കൊടുക്കണം. നിങ്ങൾക്ക് കിട്ടിയ വലിയ ഭാഗ്യം ഒരു സയ്യിദാണ് നേതൃത്വം കൊടുക്കാനുള്ള. ഹബീബിന്റെ പേര് ധാരാളം സ്വലാത്ത് ചെല്ലാനും ഭാഗ്യം കിട്ടിയവരാണ്. നിങ്ങളത് നല്ല ശരിക്കും മുതലാക്കണം. കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ദുനിയാവിൽ ചിലപ്പോ അതിന്റെ ഗുണം കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷെ കിട്ടും കേട്ടോ. കിട്ടാതിരിക്കൂല, കിട്ടും. ചില ആളുകൾ, ചില ഉമ്മമാര് പരാതി പറയുന്നത്, ഉസ്താദേ തങ്ങളെ ഞാൻ കുറെ നാള് പരാതിയില്ല, എത്ര കണക്കിന് പരാതിയില്ലേ, എന്നിട്ട് എന്റെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ, അതിനുള്ള പരിഹാരം അതെന്തുകൊണ്ടാണെന്നറിയോ? അതിനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞത്. അതിനുള്ള കാരണം അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവിടുന്ന് നമ്മൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. നമ്മുടെ കടങ്ങൾ മാറാൻ, പ്രയാസങ്ങൾ മാറാൻ, പ്രതിസന്ധി മാറാൻ, രോഗങ്ങൾ മാറാൻ, ബുദ്ധിമുട്ടുകൾ മാറാൻ ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നത്തിന് പരിഹാരമില്ല എന്നുള്ള തോന്നലുള്ള ഉമ്മമാരുണ്ടോ? എന്നെ മാത്രമല്ല നോക്കുന്നില്ല, എന്റെ കടങ്ങൾ തീരുന്നില്ല, എന്റെ പ്രയാസം മാറുന്നില്ല, എന്റെ ബുദ്ധിമുട്ടിന് അറുതി വന്നിട്ടില്ല എന്നൊരു തോന്നലുള്ള ഉമ്മമാരുണ്ടോ? അവരോട് വിനയത്തോടെ പറയട്ടെ, നിങ്ങളുടെ സ്വലാത്ത് അതെവിടെയും പോയിട്ടില്ല. പിന്നെയോ നാളെ മഹ്ശറിൽ ഒരു രംഗം മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഒരാളെ മഹ്ശറിലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹമോ ഒരുപാട് തിന്മകൾക്ക് അടിമയാണ്. തിന്മകൾ കൊണ്ട് അയാളുടെ അമല് ധാരാളമാണ്. അങ്ങനെയുള്ള ആള്
മഹ്ശറിലേക്ക് വരുമ്പോ ലഅനത്തിന്റെ മലക്കുകൾ അതാ അയാളെയും പിടിച്ചിട്ട് നരകത്തിലേക്ക് പോവുകയാണ്. നരകത്തിലേക്ക് പോകുമ്പോ മറ്റുള്ള നബിമാരതാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയേ, തങ്ങളെ സമുദായത്തിൽപ്പെട്ട ഒരാളെ അതാ മലക്കുകൾ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോ തങ്ങളവിടെ ഓടിച്ചെല്ലാണ് മുഅ്മിനീങ്ങളെ. ചെന്നിട്ടതാ മലക്കുകളോട് പറയുന്നു, നിങ്ങൾ ഈ മനുഷ്യനെ കൊണ്ടുപോവല്ല. എല്ലാ ആളുകളും, എല്ലാ മനുഷ്യരും, മൃഗങ്ങളും സത്യജലാദികളും മത്സ്യങ്ങളും അല്ലാഹു ദുനിയാവിൽ പഠിച്ച എന്തൊക്കെ സാധനങ്ങളുണ്ടോ അത് മുഴുവനും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടേണ്ടതാണ്. അല്ലാഹുവിന്റെ തീരുമാനമാണ്. അവിടുന്ന് അതാ മലക്കുകളോട് പറയുന്നു, നിങ്ങൾ കൊണ്ടുപോവല്ല എന്ന് പറയുമ്പോൾ മലക്കുകൾ ആ ഒരു ഓർഡർ, ആ ഒരു ഉത്തരവ് അവിടെ പാലിക്കുകയാണ്. ആ മനുഷ്യനെ അവിടെ നിർത്തുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പോക്കറ്റിൽ നിന്ന്, അവിടുത്തെ കീശയിൽ നിന്ന്, ആ സമയത്ത് തങ്ങൾ എന്താണോ ധരിച്ചത് അതിൽ നിന്ന് അതാ ഒരു സാധനം എടുത്തിട്ട് അയാളുടെ മീസാനിലേക്ക് അങ്ങിടുകയാണ്. തിന്മകൾ വളരെ കൂടുതലാണ്. അയാളുടെ കീസയിലേക്ക്, അയാളുടെ മീസാന്റെ ഭാഗത്തേക്ക് അതാ ആ നന്മയുടെ ത്രാസിലേക്ക് തങ്ങൾ എന്തോ ഒന്ന് ഇട്ടപ്പോഴേക്ക് അതാ തിന്മയുടെ ഭാരം പാടെ കുറഞ്ഞു പോയി, നന്മ കൂടിപ്പോയി. ഈ മനുഷ്യൻ എന്തുമാത്രം സന്തോഷം